प्यारे बच्चों, आदाब। 8वीं जमात के दूसरे ऑनलाइन क्लास के लिए तमाम बच्चों को खैर मुकद्दम। പ്രിയപ്പെട്ട കുട്ടികളെ, 8ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം। प्यारे बच्चों, पिछले क्लास में हम पार्क के बारे में चर्चा किया। पार्क के बारे में चंद अल्फाज और जुमले लिखकर आप लोग हमारे व्हाट्सएप ग्रुप में भेज दिया। चंद बच्चे भी ये सरगर्मी करने के लिए बाकी है, वो सब अगले क्लास में ही ये सरगर्मी पूरा करके भेज देना चाहिए। പ്രിയപ്പെട്ട കുട്ടികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാർക്കിനെ കുറിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്തു. അതിൻ്റെ ഭാഗമായി പാർക്കിനെ കുറിച്ച് ഏതാനും സെൻറ്റൻസുകൾ എഴുതി ചെറിയ നോട്ട് തയ്യാറാക്കി നിങ്ങളെല്ലാവരും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അയച്ചു തന്നു. ഈ പ്രവർത്തനം ചെയ്യാൻ ഏതാനും കുട്ടികൾ കൂടി ബാക്കിയുണ്ട്. ആ കുട്ടികൾ കൂടി അടുത്ത ദിവസം തന്നെ ഈ പ്രവർത്തനം പൂർത്തീകരിച്ച് प्यारे बच्चों, पार्क में बच्चों को खेलने के लिए क्या क्या लगी हुई थी, बताइए। हाँ, झूले और फसल गंडियां, ഊഞ്ഞാലുകളും റൈഡുകളും ഒരുക്കിയിരുന്നു അല്ലേ? കവൽ കെ ഫൂൽ കഹാം ഖിലേ ഹുയേ ഥേ. കവൽ കെ ഫൂൽ, താമരപ്പൂവ് എവിടെയാണ് വിടർന്നിരുന്നത്? എവിടെയാണ് വിടർന്ന് കണ്ടത്? ഹാ, താലാബ് മേ. तालाब में कवल के फूल खिले हुए थे. क्या खुशनुमा नज़ारा है, क्या खुशनुमा नज़ारा है, बच्चे आपस में कहने लगा. क्यों? എന്തൊരു മനോഹരമായ ദൃശ്യങ്ങൾ എന്ന് കുട്ടികൾ പരസ്പരം പറഞ്ഞു. എന്തുകൊണ്ട്? बताइए. हाँ, पार्क के खूबसूरत नज़ारे देखकर. പാർക്കിൻ്റെ മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടിട്ട് കുട്ടികൾ പരസ്പരം പറഞ്ഞു. क्या खुशनुमा नज़ारा है. पार्क में कौन कौन आए, बताइए. हाँ, एक टूरिस्ट बस में चंद बच्चे वहाँ आए. ഒരു ടൂറിസ്റ്റ് ബസ്സിൽ ഏതാനും കുട്ടികൾ അവിടെ വന്നു അല്ലേ? ബച്ചോ കെ സാത്ത് കോൻ കോൻ ആയി ഥി. കുട്ടികളുടെ കൂടെ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? ഹാ, ദോ തീൻ ഉസ്താനിയാം. ദോ തീൻ ഉസ്താനിയാം ഭി ബച്ചോ കെ സാത്ത് പാർക്ക് മേ ആയി ഥി. ഒന്ന് രണ്ട് ടീച്ചേഴ്സും കുട്ടികളുടെ കൂടെ പാർക്കിൽ വന്നിരുന്നു അല്ലേ? प्यारे बच्चों, पार्क में आए बच्चों से ഉസ്താനിയാം ചന്ദ് നസീഹത്തെ ദേനെ ലഗി. ആ പാർക്കിൽ വന്ന കുട്ടികളോട് അധ്യാപകർ ഏതാനും ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ തുടങ്ങി. ബച്ചോ, യേ മഷ്ഹൂർ നെഹ്റു പാർക്ക് ഹേ. ബച്ചോ, കുട്ടികളെ, യേ മഷ്ഹൂർ നെഹ്റു പാർക്ക് ഹേ. ഇതാണ് പ്രസിദ്ധിയാർജിച്ച നെഹ്റു പാർക്ക്. ആപ് ലോഗ് യഹാം ഇസ് ഘാസ് പർ സരാ ടഹരിയേ. ആപ് ലോഗ്, നിങ്ങളെല്ലാവരും, യഹാം ഇവിടെ, ഇസ് ഘാസ് പർ സരാ ടഹരിയേ, നിങ്ങളെല്ലാവരും, ഇസ് ഘാസ് പർ ഈ പുല്ലിൽ, സരാ അല്പസമയം, ടഹരിയേ നിങ്ങൾ തങ്ങിയാലും അല്ലെങ്കിൽ ഇവിടെ വിശ്രമിച്ചാലും.
दो लड़कियां नीचे बैठ नहीं पाती थी. ദോ ലടുക്കിയാം, ആ കൂട്ടത്തിൽ രണ്ട് പെൺകുട്ടികൾ, നീച്ചെ ബൈഠ് നഹി പാത്തി ഥി, നീച്ചെ താഴെ, ബൈഠ് നഹി പാത്തി ഥി ഇരിക്കാൻ പ്രയാസമുള്ളവരായിരുന്നു. ഉൻകെ ലിയെ അവർക്ക് വേണ്ടി, ബസ് മേം സെ ബസ്സിൽ നിന്ന്, ദോ കുർസിയാം ലായി ഗയി രണ്ട് കസേരകൾ കൊണ്ടുവന്നു. അവർ ഉൻ പർ ദോനോ കോ ബിഠായ ആ കസേരകളിൽ രണ്ടുപേരെയും ഇരുത്തി. തോ അപ്പോൾ വോ ബഹുത് ഖുശ് ഹോ ഗയി, രണ്ടുപേരും ബഹുത് ഖുശ് ഹോ ഗയി വളരെയധികം സന്തോഷിച്ചു. ബച്ചോ യഹാം ഹമാരെ പാസ് സിർഫ് 2 ഘണ്ടോ കാ വക്ത് ഹൈ. ബച്ചോ കുട്ടികളെ, യഹാം ഇവിടെ, ഹമാരെ പാസ് നമ്മുടെ അടുത്ത്, സിർഫ് 2 ഘണ്ടോ കാ വക്ത് ഹൈ, സിർഫ് കേവലം 2 ഘണ്ടോ കാ വക്ത് ഹൈ 2 മണിക്കൂർ സമയമാണുള്ളത്. യഹാം ഹമാരെ പാസ് സിർഫ് 2 ഘണ്ടോ കാ വക്ത് ഹൈ, ഇവിടെ നമുക്ക് 2 മണിക്കൂർ സമയം ചെലവഴിക്കാം. യഹാം പർ ഹം ലോഗ് മുഖ്തലിഫ് പ്രോഗ്രാം മുനഖിദ് കരേംഗെ. യഹാം പർ ഇവിടെ വെച്ച്, ഹം ലോഗ് നമുക്കെല്ലാവർക്കും, ലോഗ് മീൻസ് ജനങ്ങൾ, ആളുകൾ, ഹം നമ്മൾ, ഹം ലോഗ് നമുക്കെല്ലാവർക്കും, മുഖ്തലിഫ് പ്രോഗ്രാം വ്യത്യസ്തങ്ങളായ പ്രോഗ്രാം പരിപാടികൾ, മുനഖിദ് കരേംഗെ, മുനഖിദ് കർണ സംഘടിപ്പിക്കുക, മുനഖിദ് കരേംഗെ നമുക്കെല്ലാവർക്കും ഇവിടെ വെച്ച് ഏതാനും പരിപാടികൾ സംഘടിപ്പിക്കാം. സബ്സെ പെഹലെ ആദ്യമായിട്ട്, ജോളി ഔർ സിസിലി, ജോളിയും സിസിലിയും എക് ദുആയ നസം പേഷ് കരേംഗി, ആദ്യമായിട്ട് ജോളിയും സിസിലിയും എക് ദുആയ നസം ഒരു പ്രാർത്ഥനാ ഗീതം പേഷ് കരേംഗി അവതരിപ്പിക്കും. ബച്ചെ ഖുഷി കെ മാരെ താലിയാം ബജാനെ ലഗി. ബച്ചെ കുട്ടികൾ, ഖുഷി കെ മാരെ സന്തോഷം കൊണ്ട്, താലിയ ബജാനെ ലഗെ കൈയടിക്കാൻ തുടങ്ങി. പ്യാരെ ബച്ചോ, ഹമേം ഭി ജോളി ഔർ സിസിലി പേഷ് കിയെ ദുആയ നസം സുനെ. ജോളിയും സിസിലിയും അവതരിപ്പിച്ച ആ പ്രാർത്ഥനാ ഗീതം കേൾക്കാം. आती है दुआ बन के तमन्ना।
जो राह हो उस राह पे चलाना मुझको, मेरे अल्लाह बुराई से बचाना मुझको। प्यारे बच्चों, आपको ये दुआए नज़म पसंद हो गए? हाँ, ठीक है। प्यारे बच्चों, हमें ये दुआए नज़म एक बार पढ़ें। ये उर्दू के मशहूर शायर अल्लामा मोहम्मद इकबाल की एक मशहूर नज़म है। नज़म का नाम बच्चे की दुआ है। ഇത് ഉറുദുവിലെ പ്രശസ്ത കവി അല്ലാമ മുഹമ്മദ് ഇക്ബാലിൻ്റെ ബച്ചെ കി ദുആ എന്ന കവിതയാണ്, പ്രാർത്ഥനാ ഗീതമാണ്. प्यारे बच्चों, ज़रा गौर से देखिए. लब पे आती है दुआ बन के तमन्ना मेरी, जिंदगी शमा की सूरत हो खुदाया मेरी, दूर दुनिया का मेरे दम से अंधेरा हो जाए, हर जगह मेरे चमकने से उजाला हो जाए, हो मेरे दम से यूं ही मेरे वतन की जीनत, जिस तरह फूल से होती है चमन की जीनत, जिंदगी हो मेरी परवाने की सूरत या रब, इल्म की शमा से हो मुझको मोहब्बत या रब, हो मेरा काम गरीबों की हिमायत करना, दर्दमंदों से ज़ाइफों से मोहब्बत करना, मेरे अल्लाह बुराई से बचाना मुझको, नेक जो राह हो उस राह पे चलाना मुझको. प्यारे बच्चों, आप भी एक दो बार ये नज़म पढ़िए. प्यारे बच्चों, आपको ये नज़म पसंद आए? ठीक है. इस नज़म का नाम क्या है बताइए? बच्चे की दुआ. इस नज़म का शायर कौन है बताइए? अल्लामा मोहम्मद इकबाल. इंशाअल्लाह इकबाल के बारे में, उनकी पैदाइश, उनके अहम तसानिफ क्या क्या है, उसके बारे में हमें बाद में പഠേ. അല്ലാമ ഇക്ബാൽ ആരാണ്? അദ്ദേഹം എവിടെ ജനിച്ചു? അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാം? ഇതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായി പഠിക്കാം. प्यारे बच्चों, आज हमें इकबाल की दुआए नज़म बच्चे की दुआ पढ़ें और उस नज़म का एक एक മഫ്ഹൂം या മത്ലബ് ചർച്ച करें. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് അല്ലാമ ഇക്ബാലിൻ്റെ ബച്ചെ കി ദുആ എന്ന ഈ പ്രാർത്ഥനാ ഗീതം വായിക്കാം. അതിലെ ഓരോ വരികളുടെയും മഫ്ഹൂം, ആശയം നമുക്ക് ചർച്ച ചെയ്യാം. प्यारे बच्चों, ये दुआए नज़म का पहला शेर देखिए. लब पे आती है दुआ बन के तमन्ना मेरी, जिंदगी शमा की सूरत हो खुदाया मेरे. क्या है लब? ചുണ്ട്. ലബ് പർ, ചുണ്ടിലൂടെ, ആത്തി ഹെ വരുന്നു,
ദുവാ ബൻകെ, ദുവാ പ്രാർത്ഥന, ബൻകെ ആയിട്ട്, ദുവാ ബൻകെ പ്രാർത്ഥനയായിട്ട്, തമന്ന മേരി, മേരി തമന്ന, മേരി തമന്നായേ, തമന്ന ആഗ്രഹം, ആർസു, മേരി തമന്നായേ എൻ്റെ ആഗ്രഹങ്ങൾ, ദുവാ ബൻകെ പ്രാർത്ഥനയായിട്ട്, മേരെ ലബ് പർ ആതി ഹേ എൻ്റെ ചുണ്ടുകളിലൂടെ വരുന്നു. എൻ്റെ ആഗ്രഹങ്ങൾ സൃഷ്ടാവിൻ്റെ മുമ്പിൽ ഞാൻ ഉരുവിടുന്നു. സിന്ദഗി ശമാക്കി സൂറത്ത് ഹോ ഖുദായ മേരി, സിന്ദഗി ജീവിതം, ഷമ മെഴുകുതിരി, സൂറത്ത് രൂപം, ഖുദാ യാ ഖുദാ, യാ ഇലാഹി അള്ളാഹുവേ, മേരി എൻ്റെ, യാ ഖുദാ യാ ഇലാഹി അള്ളാഹുവേ, മേരി സിന്ദഗി എൻ്റെ ജീവിതം, एक क्षमा की सूरत हो, एक क्षमा की मानंद हो, എൻ്റെ ജീവിതം ഒരു മെഴുകുതിരിയെ പോലെ ആക്കി തീർക്കണമേ. ബച്ചോ യഹാം ക്ഷമാസെ ക്യാ മുറാദ് ഹെ, ഇവിടെ ക്ഷമ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അന്ധേരയ്ക്കോ ദൂർ കർക്കെ മുനവർ കർണ, ഈ ലോകത്തെ അന്ധകാരത്തെ അല്ലെങ്കിൽ അന്ധകാരങ്ങളെ ഇല്ലായ്മ ചെയ്ത് പ്രകാശപൂരിതമാക്കുക, അതാണ് മെഴുകുതിരിയുടെ ദൗത്യം. മെഴുകുതിരി മറ്റുള്ളവർക്ക് പ്രകാശം നൽകുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി സ്വയം കത്തിയെരിയുന്നു. അതുപോലെ എൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ജീവിതമാക്കി മാറ്റണമേ. बच्चों, इस शेर का मफहूम आपको समझ गया? प्यारे बच्चों, ये नज़म का दूसरा शेर देखिए। दूर दुनिया का मेरे दम से अंधेरा हो जाए, हर जगह मेरे चमकने से उजाला हो जाए। शायर इस शेर से कहते हैं, मेरे दम से दुनिया की तारीकी या अंधेरा दूर हो जाए, मेरे चमकने से हर जगह उजाला हो जाए। प्यारे बच्चों, ഇവിടെ കുട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു, ദൂർ ദുനിയാക്ക മെരേ ദം സെ അന്ധേര ഹോ ജായേ, ദൂർ ദൂരീകരിക്കുക, ഇല്ലായ്മ ചെയ്യുക, ദുനിയാക്ക ലോകത്തിൻ്റെ, മെരേ ദം സെ, ദം നിമിഷം, ശ്വാസം, ജീവിതം, ഇവിടെ ജീവിതം, മേരെ ദം സെ, മേരി ജിന്ദഗി സെ, എൻ്റെ ജീവിതം കൊണ്ട്, ദുനിയാക്ക ലോകത്തിൻ്റെ, അന്ധേര, അന്ധേര ഇരുട്ട്, ദൂർ ഹോ ജായേ, ദൂർ ഹോ ജായേ ദൂരീകരിക്കണമേ, ഇല്ലായ്മ ചെയ്യണമേ. മേരെ ദം സെ ദുനിയാക്ക അന്ധേര ദൂർ ഹോ ജായേ, യാ ഖുദാ അള്ളാഹുവേ, എൻ്റെ ജീവിതം കാരണം ലോകത്തിലെ അന്ധകാരങ്ങളെ ഇല്ലായ്മ ചെയ്യണമേ. ഹർ ജഗ, ഹർ എല്ലാ, ഹർ ജഗ എല്ലാ സ്ഥലത്തും, മേരെ എൻ്റെ, ചമക്കിനെ സെ, ചമക്കിന തിളക്കം, ചമക്കിനെ സെ തിളക്കം കൊണ്ട്, മേരി ജിന്ദഗി സെ എൻ്റെ ജീവിതം കൊണ്ട്, ഉജാല ഹോ ജായേ, ഉജാല ക്യാ ഹേ, ആ വെളിച്ചം, ഉജാല ഹോ ജായേ വെളിച്ചം വരുത്തണമേ, പ്രകാശപൂരിതമാക്കണമേ. प्यारे बच्चों, देखिए, इस दुनिया में जहारत की जो तारीकी छाई हुई हो, या खुदा या इलाही, इल्म की बदौलत
ദുനിയാ കി സാരി അന്ധേര ദൂർ ഹോ ജായേ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇവിടെ കുട്ടിയുടെ ആഗ്രഹം അള്ളാഹുവിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. മേരെ ദം സേ, എൻ്റെ ജീവിതം കൊണ്ട്, എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ദുനിയാക്കി അന്ധേര, ലോകത്തിലെ ഇരുട്ട്, ദുനിയാക്കി അന്ധേര, ലോകത്തിലെ ഇരുട്ട്, ദൂർ ഹോ ജായേ, ഇല്ലായ്മ ചെയ്യണമേ, ഇല്ലാതെയാക്കണമേ. അതായത് എൻ്റെ പ്രവർത്തനങ്ങൾ കാരണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം കാരണം ഈ ലോകത്തുള്ള അന്ധകാരങ്ങൾ, ഇരുട്ടുകൾ, അജ്ഞതകൾ ഇല്ലാതെയാക്കട്ടെ. മേരെ ചമക്കിനേസ്, എൻ്റെ പ്രകാശം കൊണ്ട്, ഹർ ജഗ, എല്ലാ സ്ഥലത്തും, ഉജാല ഹോ ജായേ, പ്രകാശപൂരിതമാവട്ടെ. അതായത് ദുനിയാമേ ജഹാലത്ത് കി താരീഖി ചായി ഹുയി ഹെ, ലോകത്ത് അജ്ഞതയാകുന്ന അന്ധകാരം വ്യാപിച്ചു കിടക്കുന്നു. യാ ഖുദാ ഇൽമി കി ബദൗലത്ത് ദുനിയാ കി സാരി അന്ധേര ദൂർ ഹോ ജായേ. യാ ഖുദാ, അല്ലാഹുവേ, സൃഷ്ടാവേ, ഇൽമി കി ബദൗലത്ത്, അറിവ് കൊണ്ട്, വിജ്ഞാനം കൊണ്ട്, ദുനിയാക്കി സാരി അന്ധേര, ദുനിയാക്കി ലോകത്തിലെ സാരി അന്ധേര, മുഴുവൻ ഇരുട്ടിനെയും, ദൂർ ഹോ ജായേ, ഇല്ലായ്മ ചെയ്യണമേ. എൻ്റെ ജീവിതം കാരണം ലോകത്തുള്ള അന്ധകാരം ഇല്ലാതെയാക്കണം, നശിച്ചു പോകണം. വിജ്ഞാനമുള്ള ഒരു സമൂഹത്തെ നീ പ്രദാനം ചെയ്യണം. പ്രിയപ്പെട്ട കുട്ടികളെ, വിദ്യാർത്ഥികളായ നാം പഠിച്ച് നല്ല ഉയർന്ന നിലകളിൽ എത്തിച്ചേരുന്നതിലൂടെ ഈ ലോകത്തെ അന്ധകാരത്തെ ഇല്ലാതെയാക്കാൻ സാധിക്കട്ടെ. प्यारे बच्चों, ये नज़म का तीसरा शेर देखिए. हो मेरे दम से यो ही मेरे वतन की जीनत, जिस तरह फूल से होती है चमन की जीनत. हो मेरे दम से यो ही मेरे वतन की जीनत. മേരെ ദം സേ, ദം മീൻസ് നേരത്തെ പറഞ്ഞു മേരി ജിന്ദഗി, എൻ്റെ ജീവിതം കൊണ്ട്, യോ ഹി, യോ ഇപ്രകാരം, മേരെ, മേര മേരെ എൻ്റെ, വത്തൻ മുൽക്ക് രാജ്യം, വത്തൻ കി സീനത്ത്, സീനത്ത് മീൻസ് ഭംഗി. മേരെ ദംസെ എൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, മേരെ വത്തൻ കി സീനത്ത് ഹോ, എൻ്റെ രാജ്യത്തിൻ്റെ ഭംഗി കൂട്ടണമേ, മനോഹാരിത വർദ്ധിപ്പിക്കണമേ. ജിസ് തര എപ്രകാരം, ഫൂൽ സെ പൂക്കൾ കൊണ്ട്, ഹോത്തി ഹെ ഉണ്ടാകുന്നു, ചമൻ കി സീനത്ത്, ചമൻ ബാഗ് പൂന്തോട്ടം, ചമൻ കി സീനത്ത് പൂന്തോട്ടത്തിൻ്റെ ഭംഗി. ജിസ് തര ഫൂലോം സെ ചമൻ കി സീനത്ത് ഹോത്തി ഹെ, എപ്രകാരമാണോ പൂക്കൾ കൊണ്ട് ഒരു പൂന്തോട്ടത്തിൻ്റെ മനോഹാരിത വർദ്ധിക്കുന്നത്. യൂഹി അപ്രകാരം, മേരെ ദം സെ എൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, എൻ്റെ ജീവിതം കൊണ്ട്, മേരെ വതൻ കി സീനത്ത് ഹോ എൻ്റെ രാജ്യത്തിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കണമേ. പ്യാരെ ബച്ചോ, एक चमन की जीनत उस चमन की फूलों से होती है. ഒരു പൂന്തോട്ടത്തിലെ മനോഹാരിത എന്നത് ആ പൂന്തോട്ടത്തിലെ വിവിധ നിറങ്ങളിലുള്ള പൂക്കളെ കൊണ്ടാണ് ഉണ്ടാകുന്നത്. അതുപോലെ ഹമാരെ മുൽക്ക് കി സീനത്ത് കിസ്സെ ഹോത്തി ഹെ, നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത എങ്ങനെ ഉണ്ടാകും? हमारे वतन की जीनत हमारे जिंदगी से
ഹോത്തി ഹെ. നമ്മുടെ രാജ്യത്തിൻ്റെ മനോഹാരിത അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ യശസ് ഉയർത്തി കാണിക്കാൻ നമ്മുടെ നല്ല പ്രവർത്തനങ്ങൾ ആവശ്യമാണ്. നമ്മുടെ നല്ല പ്രവർത്തനങ്ങളോടെ മാത്രമേ നമ്മുടെ മാതൃരാജ്യം ശോഭിക്കുകയുള്ളൂ. എപ്രകാരമാണോ പൂക്കൾ കൊണ്ട് പൂന്തോട്ടത്തിന് ഭംഗി കൂടുന്നത്, ഇതുപോലെ ഇന്ത്യ രാജ്യമാകുന്ന നമ്മുടെ മാതൃരാജ്യത്തിന് എൻ്റെ ജീവിതം കാരണം അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തനങ്ങൾ കാരണം ശോഭയുണ്ടാകട്ടെ എന്ന് കുട്ടി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. प्यारे बच्चों, अगला शेर देखिए. जिंदगी हो मेरी परवाने की सूरत या रब, इल्म की शमा से हो मुझको मोहब्बत या रब. जिंदगी क्या है? ജീവിതം. മേരി എൻ്റെ, മേരി ജിന്ദഗി എൻ്റെ ജീവിതം, പർവാനെ കി സൂറത്ത് യാ റബ്ബ് അള്ളാഹുവേ യാ ഖുദാ. മേരി ജിന്ദഗി എൻ്റെ ജീവിതം, പർവാനെ കി സൂറത്ത് ഹോ പർവാനെ പോലെ ആക്കിയിടണമേ. ക്യാ ഹെ പർവാന? परवाना एक कीड़ा है जो बारिश के ज़माने में शमा के अर्द गिर्द आते रहते हैं. മഴക്കാലത്ത് പ്രത്യേകം കാണപ്പെടുന്ന ഒരു കൂട്ടം പ്രാണികളാണ് പർവാന അഥവാ ഈയാമ്പാറ്റ. ഈയാമ്പാറ്റകൾക്ക് വെളിച്ചത്തോട് വളരെയധികം സ്നേഹമാണ്, ഇഷ്ടമാണ്. എവിടെ വെളിച്ചം കണ്ടാലും ആ വെളിച്ചത്തിന് മുമ്പിൽ ഈയാമ്പാറ്റ വരുന്നു. ഇൽമി കി ശമാസെ ഹോ, ഇൽമ് വിജ്ഞാനം, അറിവ്. ഇൽമി കി ശമാസെ ഹോ, അറിവാകുന്ന ശമ. കഹ ശമ? മെഴുകുതിരി. ഇൽമി കി ശമാസെ, അറിവാകുന്ന മെഴുകുതിരിയോട് മുജ്കോ മൊഹബത്ത് യാ റബ്ബ് യാ ഖുദാ അള്ളാഹുവേ മുജ്കോ മൊഹബത്ത് ഹെ, എനിക്ക് പ്രണയമാണ്, ഇഷ്ടമാണ്. प्यारे बच्चों, हम बच्चा खुदा से दुआ मांगती है, या रब मेरी ज़िंदगी ऐसे परवाने की सूरत हो जाए. എൻ്റെ രക്ഷിതാവേ, എൻ്റെ ജീവിതം ഒരു ഈയാമ്പാറ്റയെ പോലെ ആക്കി തീർക്കണമേ. ജോ ഇൽമ കി ശമാ സേ ഫിദാ ഹോ ജായേ. ഈയാമ്പാറ്റയുടെ പ്രത്യേകത എന്താണ്? ഈയാമ്പാറ്റ പ്രകാശത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു, പ്രണയിക്കുന്നു. ആ പ്രകാശത്തിൻ്റെ മുമ്പിൽ തൻ്റെ ജീവിതം ബലിയർപ്പിക്കുന്നു. परवाना क्या है? परवाना वो एक ऐसी कीड़ा है जो शमा की चारों तरफ घूमते फिरते हैं. परवाന എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? वो അത് एक ऐसी कीड़ा है, അത് അത്തരത്തിലുള്ളൊരു പ്രാണിയാണ്. ഏതാണോ ആ പ്രാണി? ശമാ കി ചാരോം തറഫ് ഘൂമത്തെ ഫിർത്തെ ഹെ, മെഴുകുതിരിയുടെ 4 ഭാഗവും ചുറ്റിക്കറങ്ങുന്നു. രോഷ്നി കോ ജ്യാദാ പ്യാർ കർത്തെ ഹെ, പ്രകാശത്തെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. വോ അപ്നി ജാൻ ശമാ പർ ഖുർബാൻ കർത്തി ഹെ, ആ പ്രാണികൾ തൻ്റെ ജീവൻ ആ മെഴുകുതിരിക്ക് മുമ്പിൽ ബലിയർപ്പിക്കുന്നു. പ്യാരെ ബച്ചോ, യഹാം ബച്ച ഖുദാ സെ ക്യാ മാംഗത്താ ഹെ? ഇവിടെ കുട്ടി സൃഷ്ടാവിനോട് എന്താണ് ആവശ്യപ്പെടുന്നത്? ബതായിയേ. എൻ്റെ ജീവിതം ഒരു ഈയാമ്പാറ്റയെ പോലെ ആക്കി തീർക്കണമേ. എപ്പോഴും വെളിച്ചത്തെ പ്രണയിക്കുന്ന, ഇഷ്ടപ്പെടുന്ന, ഇരുട്ടിനെ എപ്പോഴും വെറുക്കുന്ന, എവിടെ വെളിച്ചം കണ്ടാലും ആ വെളിച്ചത്തിലേക്ക് പാറി തൻ്റെ ജീവിതം പോലും വെളിച്ചത്തിന് മുമ്പിൽ ബലിയർപ്പിക്കുന്ന ആ ഈയാമ്പാറ്റ തൻ്റെ ജീവിതം വെളിച്ചത്തിന് മുമ്പിൽ ബലിയർപ്പിക്കുന്നുവെങ്കിൽ വിജ്ഞാനമാകുന്ന ആ വെളിച്ചം എവിടെ കണ്ടാലും അവിടേക്ക് പാറിയെടുക്കാനും
ആ വിജ്ഞാനം കരസ്ഥമാക്കാനും വേണ്ടി എന്തും സമർപ്പിക്കാനും വിദ്യാർത്ഥികളായ നാം തയ്യാറാവേണ്ടതാണ്.